എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 13-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. സംഘർഷം വീണ്ടും ആരംഭിച്ചതിനെ തുടർന്ന് ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായും ഇറാൻ അടച്ചിരിക്കുകയാണ്. നിലവിൽ ഉണ്ടായിരുന്ന ഗ്യാസ് പ്രതിസന്ധിയിൽ അയവ് വന്നതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ആക്രമണവും ഹോർമോസ് അടക്കലും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഗ്യാസിലുണ്ടായിരുന്ന പഴയ നിയന്ത്രണങ്ങൾ പുനഃസ്ഥാപിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഒരുപാട് സ്റ്റോക്ക് എടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കില്ല എങ്കിലും വരും മാസങ്ങളിലോ അല്ലെങ്കിൽ വരും ആഴ്ചകളിലോ വീണ്ടും പ്രതിസന്ധി ഉണ്ടാവുകയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കും എന്നുള്ളതാണ് വിവരം. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ തീർന്നു, ബുക്കിംഗ് ഇടവേളകൾ കുറച്ചു എന്നൊക്കെ കരുതി ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യം മറക്കാതിരിക്കുക. വീണ്ടും സംഘർഷം ആരംഭിച്ചിട്ടുണ്ട്. ഗ്യാസ് ലഭിക്കുന്നത് മുടങ്ങിയേക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ പെട്ടെന്ന് ലഭിക്കുന്നതിൽ ദീർഘകാലത്തേക്കുള്ള ഇടവേളകൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയും ഉണ്ട്. കോഴിക്കും കോഴിമുട്ടക്കും വൻതോതിലാണ് ഇപ്പോൾ വില വർദ്ധിച്ചിട്ടുള്ളത്. ഈ സമയത്ത് തന്നെ ചത്ത ഇറച്ചി, സുനാമി ഇറച്ചി എന്ന പേരിൽ സംസ്ഥാനത്ത് വ്യാപകമായി ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ഇപ്പോൾ കോഴിമുട്ടയുടെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പഴകിയ മുട്ട എത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുണ്ട്. പഴകിയ മുട്ട അത് ഉപയോഗശൂന്യമായിട്ടുള്ള മുട്ടകളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മുട്ട വാങ്ങുന്ന സമയത്ത് പഴകിയതാണോ അതോ നല്ല മുട്ടയാണോ എന്ന് തിരിച്ചറിയാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് ഇനി പറയുന്നത്. പല സാഹചര്യങ്ങളും കൊണ്ടും മുട്ട കേടാവാം. ചൂട് കൂടുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ മുട്ട കേടാവുന്നത്. അടുക്കളയിലേക്ക് ആവശ്യത്തിനുള്ള പലചരക്ക് സാധനങ്ങൾ ഒന്നിച്ചു വാങ്ങി സൂക്ഷിക്കുന്ന ശീലമുള്ളവർ പല ആളുകളും ഉണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ വാങ്ങി സൂക്ഷിക്കുന്ന കൂട്ടത്തിൽ മുട്ടയും ഉൾപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മൾ അല്പം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മീനും ഇറച്ചിയും കേടാകുന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുമെങ്കിലും മുട്ട അത്തരത്തിൽ തിരിച്ചറിയാൻ സാധിക്കില്ല. മുട്ട പുറത്തു വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ചാലും കേടാവാനുള്ള സാധ്യതയുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന മുട്ടകൾ പ്രധാനമായും 2 കാരണങ്ങൾ കൊണ്ടാണ് ഉപയോഗശൂന്യമാവുക. ഒന്ന്, അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗുണനിലവാരം നഷ്ടപ്പെട്ട് മുട്ട കേടാകുന്നു. രണ്ടാമത്തത്, സാൽമോണല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം മൂലം വിഷലിപ്തമാകുന്നത് മൂലവും വഴിയും മുട്ട കേടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന മുട്ട ആരോഗ്യത്തിന് സുരക്ഷിതമാണോ എന്ന് എങ്ങനെ ഉറപ്പുവരുത്താം എന്നുള്ളതാണ് പറയുന്നത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മുട്ടകൾ ചീത്തയാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. മുട്ടയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് വേണ്ടി നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ആശ്രയിക്കുന്ന ഒന്നാണ് വാട്ടർ ടെസ്റ്റിംഗ് അഥവാ ഫ്ലോട്ട് ടെസ്റ്റ്. ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് മുട്ട ഇടുമ്പോൾ അത് താഴേക്ക് മുങ്ങിപ്പോകുന്നുണ്ട് എങ്കിൽ നല്ലതെന്നും മുകളിലേക്ക് പൊങ്ങി വരികയാണ് എങ്കിൽ ചീത്തതെന്നും ആളുകൾ കണക്കാക്കാറുള്ളത്. മുട്ട പഴകുമ്പോഴും അതിനുള്ളിലെ വായു അറകളുടെ വലിപ്പം കൂടുന്നു. അതുകൊണ്ട് തന്നെ മുട്ട വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഈ ജലപരിശോധനയ്ക്ക് കൃത്യമായ ശാസ്ത്രീയ അടിത്തറയൊന്നുമില്ല. അതിനാൽ മുട്ട നല്ലതാണോ എന്ന് ഉറപ്പിക്കാൻ ഈ മാർഗം മാത്രം പൂർണ്ണമായി വിശ്വസിക്കരുത്. മുട്ട കേടായതാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് മണത്തു നോക്കുന്നതും കാഴ്ചയിലൂടെ മനസ്സിലാക്കുന്നതും തന്നെയാണ്. മുട്ട പൊട്ടിക്കഴിയുമ്പോൾ സൾഫറിൻ്റെ മണമോ, അതായത് ചീഞ്ഞ മുട്ടയുടെ മണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖകരമായിട്ടുള്ള ദുർഗന്ധമോ അനുഭവിക്കുകയാണ് എങ്കിൽ അത് കേടാണ് എന്ന് ഉറപ്പിക്കാം. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന മീനിൻ്റെയോ മറ്റോ മണം മുട്ടത്തോട് ആഗിരണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവ കേടായതല്ലെങ്കിലും രുചി വ്യത്യാസം ഉണ്ടായേക്കാം. മറ്റൊന്ന് നിറവ്യത്യാസമാണ്. മുട്ടയുടെ വെള്ളഭാഗം പച്ച നിറത്തിലേക്കോ അല്ലെങ്കിൽ തിളങ്ങുന്ന മറ്റ് അസ്വാഭാവിക നിറത്തിലേക്കോ കാണപ്പെടുകയാണ് എങ്കിൽ അത് ബാക്ടീരിയയുടെ അണുബാധ ഉണ്ട് എന്ന് ഉറപ്പിക്കാം. അത്തരം മുട്ടകൾ ഉടൻ തന്നെ ഒഴിവാക്കണം. മുട്ടയുടെ മഞ്ഞക്കുരുവിൽ ചെറിയ രക്തക്കറ കാണുന്നത് സ്വാഭാവികമാണ്. രക്തക്കുഴലുകൾ പൊട്ടുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇത് നന്നായി വേവിച്ച് കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. പൊട്ടിയ മുട്ട സൂക്ഷിക്കാതിരിക്കുക. മുട്ടത്തോടിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടെങ്കിൽ പോലും ബാക്ടീരിയകൾ ഉള്ളിലേക്ക് കടക്കാൻ അത് വഴിയൊരുക്കും. അതിനാൽ പൊട്ടിയ മുട്ടകൾ വാങ്ങാതിരിക്കുകയും വാങ്ങിയാൽ പെട്ടെന്ന് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. മുട്ടയുടെ ഗുണനിലവാരത്തിൽ നേരിയ സംശയം തോന്നിയാൽ പോലും അത് ഉപയോഗിക്കാതെ കളയുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. മുട്ട ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ വാതിലിൽ സൂക്ഷിക്കുന്ന പഴയ ശീലം മാറ്റുക. ഫ്രിഡ്ജുകളുടെ വാതിലിൽ മുട്ട വയ്ക്കാനുള്ള അറകൾ ഉണ്ടാകും. എന്നാൽ ഫ്രിഡ്ജിൻ്റെ വാതിലിൽ താപനിലയിൽ
വ്യതിയാനം കൂടുതലായതിനാൽ അവിടെ മുട്ട സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഏറ്റവും തണുപ്പുള്ള ഭാഗത്ത് മുട്ടകൾ സൂക്ഷിക്കുന്നതാണ്. മുട്ട പലപ്പോഴും പുറത്തും വെച്ച് സൂക്ഷിക്കാറുണ്ട്. ഫ്രിഡ്ജുണ്ട് എങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച മുട്ടകൾ പുറത്ത് വെച്ചാൽ അത് വിയർക്കാൻ സാധ്യതയുണ്ട്. ഇത് ബാക്ടീരിയ വളർച്ചയ്ക്ക് കൂടുതൽ സഹായകരമാകും. റെഫ്രിജറേറ്ററിൽ നിന്നും എടുത്ത മുട്ടകൾ 2 മണിക്കൂറിൽ കൂടുതൽ പുറത്ത് വെക്കരുത്. ഉപയോഗ കാലാവധി തീരാറായിട്ടുള്ള മുട്ടകൾ ഒരുമിച്ചുണ്ട് എങ്കിൽ അവൾ ഉടൻ തന്നെ പുഴുങ്ങി സൂക്ഷിക്കും. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. റെയിൽവേയുടെ UTS ആപ്പ് വഴി അൺറിസർവ്ഡ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്താൽ ഏത് ഫോണിൽ നിന്നാണോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അതേ ഫോൺ ഉപയോഗിച്ച് യാത്ര ചെയ്യണം. മാത്രമല്ല ഒരു ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയും കയ്യിൽ കരുതണം. നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത് തുടരുകയാണ്. ജൂലൈ 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സിറ്റിസൺ ലോഗിൻ വഴിയും അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് കഴിയുക. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടുതൽ ആളുകൾക്ക് ഈ ഒരു റേഷൻ കാർഡ് ലഭിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാർ ഒരുപാട് അനർഹരായിട്ടുള്ള ആളുകളുടെ മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ സ്വമേധയാ തിരിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി അറിയിപ്പ് നൽകുകയും അങ്ങനെ പല ആളുകളും പിഴയോട് കൂടിയിട്ട് തന്നെ റേഷൻ കാർഡ് തിരിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഒരുപാട് ഒഴിവുകളാണ് മുൻഗണനാ വിഭാഗത്തിൽ സംസ്ഥാനത്തുണ്ടായത്. 1.5 ലക്ഷത്തിലധികം ഒഴിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് നികത്തിയിട്ടില്ല എങ്കിൽ കേന്ദ്രം ആ ഒരു വിഹിതം നമ്മുടെ സംസ്ഥാനത്തു നിന്നും ഒഴിവാക്കും. നമ്മുടെ AY മഞ്ഞ റേഷൻ കാർഡിനും PHH പിങ്ക് റേഷൻ കാർഡിലും ഉള്ള അംഗങ്ങളുടെ എണ്ണത്തിലാണ് ഇത്രയും 1.5 ലക്ഷത്തിൻ്റെ കുറവ് വരാൻ പോകുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ സർക്കാർ പല തവണയായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടും പല ആളുകളും അപേക്ഷ നൽകിയില്ല. അത് നികത്താനായില്ല. അപ്പോഴാണ് പുതിയ സർക്കാർ വന്നതിന് ശേഷം വീണ്ടും ഈ ഒരു അപേക്ഷ ആരംഭിക്കുന്നത്. നിലവിൽ പരിശോധന, അതായത് അനർഹരായിട്ട് മുൻഗണനാ റേഷൻ കാർഡിൽ കൈവശം വെച്ചവരെ കുറിച്ച് പരിശോധന ഉണ്ടാകുമോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ട്. സ്വന്തമായി ആവശ്യത്തിന് 4 ചക്ര വാഹനം, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, ഒരേക്കറിലധികം ഭൂമി, സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ പെൻഷൻകാർ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ, ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പുതിയൊരു അന്വേഷണം ഉണ്ടാകില്ല എന്നുള്ളതാണ്. സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഒഴിവുകൾ നികത്തുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഒഴിവുകൾ ഉണ്ടാകുകയാണ് എങ്കിൽ അത് സർക്കാരിന് വലിയ ബാധ്യതയാകും. കേന്ദ്രം ആ ഒരു വിഹിതം വെട്ടിക്കുറക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പുതിയൊരു അന്വേഷണം ഇപ്പോൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിങ്ക് റേഷൻ കാർഡൊക്കെ അനർഹമായിട്ട് കൈവശം വെച്ചവർക്കും ഇപ്പോൾ പേടിക്കേണ്ടതായിട്ടില്ല. അതേസമയം ആരെങ്കിലും ഒറ്റുകൊടുക്കുകയാണെങ്കിൽ, അതേസമയം ആരെങ്കിലും പരാതിപ്പെടുകയാണ് എങ്കിൽ സപ്ലൈ ഓഫീസുകളിൽ നിന്നും നേരിട്ട് അന്വേഷണത്തിനെത്തി അത്തരം കാർഡുകൾ പിടിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യുന്നത്. BPL റേഷൻ കാർഡിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിക്കാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. 17-ാം തീയതി വരെയാണ്. ചിലപ്പോൾ നീട്ടി നൽകിയേക്കാം. എങ്കിലും ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത നീല വെള്ള റേഷൻ കാർഡുള്ളവർ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഈ മാസത്തെ റേഷൻ വാങ്ങിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നീല റേഷൻ കാർഡിന് 3 കിലോ ഗോതമ്പ് കൂടി ഈ ഒരു മാസം ഉണ്ട്. എല്ലാ റേഷൻ കാർഡിനും ആട്ടയുണ്ട്. അപ്പോൾ ഇതെല്ലാം പോയിട്ട് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സപ്ലൈകോയിൽ നിന്നും വിഹിതങ്ങൾ വാങ്ങാൻ മറക്കരുത്. 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇതാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും മുൻഗണനാ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടും നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.